ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കഴിഞ്ഞു. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടൊക്കെ അവൻ ജുമായ്ക്ക് പള്ളിയിൽ വന്നു. കല്യാണ ചെറുക്കനാണല്ലോ, ഇച്ചിരി പുതിയാപ്പിളയാകാം, 1, 2, 3 മാസമൊക്കെ അവൻ കല്യാണ ചെറുക്കൻ തന്നെയാണ്. അപ്പൊ പിന്നെ എപ്പോഴും ഒരു അണിഞ്ഞൊരുങ്ങലും പുതുമയായിട്ട് നടക്കലും ഒക്കെയാ. അങ്ങനെ ജുമാ നമസ്കാരത്തിന് പള്ളിയിലെത്തി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉമ്മ കത്തും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ ചെറുക്കൻ നോക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരു മുഖമാണല്ലോ. സുബ്ഹാനല്ലാ, എൻ്റെ അമ്മായിയമ്മയാണ്, ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മയാണ് വന്ന് കത്തും പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മകളുടെ കല്യാണം നടത്തിക്കൊടുത്തതിൻ്റെ പേരിൽ എനിക്കുണ്ടായ കടം വീടുന്നതിന് നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവന്ന് ഉമ്മ കത്തും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജമാഅത്തിന്റെ കത്തും പിടിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലീമത്ത് കൊടുക്കാൻ, പെണ്ണിനങ്ങോട്ട് ചെലവ് കൊടുക്കാൻ, പെണ്ണിനങ്ങോട്ട് മഹർ കൊടുത്ത് കെട്ടാൻ, പെണ്ണിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവൻ പെണ്ണ് കെട്ടിയാൽ മതി. ഒരാളെ ബുദ്ധിമുട്ടിക്കാനും അവളെ ബുദ്ധിമുട്ടിക്കാനും അവളുടെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പ്രാരാബ്ധക്കാരനാക്കാനും നിങ്ങൾ പെണ്ണ് കെട്ടണ്ട. പൈസയ്ക്ക് വേണ്ടി പെണ്ണ് കെട്ടണ്ട എന്ന സാരം. പൈസയ്ക്ക് വേണ്ടിയും കാറിന് വേണ്ടിയും ബംഗ്ലാവിന് വേണ്ടിയും ജോലിയില്ലാതെ നിൽക്കുകയല്ലേ. ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ചെറുക്കന് പിടിച്ചു നിൽക്കണമല്ലോ. അപ്പൊ പെണ്ണിന്റെ സ്വർണം കണ്ടിട്ടാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.